ഹലോ, എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മത്തി എന്ന് പറയും, ചില ഭാഗങ്ങളിൽ ചാളാന്ന് പറയും, ഞങ്ങൾ തൃശ്ശൂർക്കാർ ചാളാന്നാട്ടോ പറയാം. അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തി പീരയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പിന്നെ എനിക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും നമ്മുടെ ചാനലിൽ നമ്മൾ അതുകൂടി ഒന്ന് കാണിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ദേ ഞാനിവിടെ ചാള നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ മുള്ള് തടയും. അപ്പോൾ നമുക്ക് കുഞ്ഞി കുഞ്ഞിതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെ ഇതേ സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചാളയും ഇവിടെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ആദ്യം ദേ ഇത്രയും ചെറുള്ളിയാണ്, അത് ദേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുള്ളിയൊക്കെ കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് 2 പച്ചമുളക്, ഈ 2 പച്ചമുളകും ഒന്ന് ചെറുതാക്കി നമുക്കൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പച്ചമുളക് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ദേ ഇത്രയും കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതും നമുക്കൊന്ന് കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇഞ്ചിയും അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം കുടംപുളിയും. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും, ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെരുകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീൻ പീരയിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറുള്ളി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊന്ന് ചെറുള്ളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഇതേ കളറൊന്ന് മാറി ഇതേ ഒരു പരുവായ മാത്രം മതിട്ടോ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഒരു പീസ് കുടംപുളി ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും കുടംപുളി ഇടുന്നത് മീൻ പീര ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് പൊടികളായിട്ടുള്ള ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി, ഇതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഈ മീനൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മളുടെ നാളികേരം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതേ ആ വെള്ളമൊക്കെ ഇതിൻ്റെ ഊറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിനെ നമ്മളുണ്ടല്ലോ വീണ്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ആ ഉപ്പൊക്കെ ഒന്ന് എല്ലാവിടേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് വീണ്ടും നമ്മൾക്കൊന്ന് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി നോക്കിയാൽ ഇപ്പം നോക്കിയാൽ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നമ്മുടെ മുട്ടയൊക്കെ ചിക്കി എടുക്കില്ലേ, അതേപോലെ ചിക്കി പൊരിക്കണ പോലെ നന്നായിട്ട് അതിൽ കിടന്ന ആ മീനിൻ്റെ മുള്ളും പീസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ ഇതേ ഒരു രീതിയിൽ ആയി നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോൾ കണ്ട എല്ലാതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട്
എപ്പോഴാണോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലാസ്റ്റത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കണ്ടാൽ തന്നെ അറിയാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയും കൂടി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മാത്രമല്ല മത്തിയും ചാളയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മീനും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വിഭവം കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മുള്ള് കൂടുതലാണ്. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾക്കൊന്നൊരു ശ്രദ്ധ വേണം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഒരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.